ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് വരികയാണ്. അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റാം, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമ്മൾ നോക്കുമ്പോൾ ലൈനർ കാര്യമായിട്ടുള്ള തേയ്മാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതിനകത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്ത് എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ കിടക്കുന്നത് MR100 ടയറാണ്, നല്ല ടയറാണ് കേട്ടോ. ഹബിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ടയറിൻ്റെ എയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. നമുക്കൊരു 10,000 കിലോമീറ്ററിലൊക്കെയാണ് എയർ ഫിൽറ്റർ ശരിക്കും മാറ്റിയിട്ട് വരട്ടെ. എയർ ഫിൽറ്ററും പ്ലഗും 10,000 കിലോമീറ്ററിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റ് ആയാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ്. പൊട്ടലോ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും കേട്ടോ. അപ്പോൾ ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തേക്കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓരോ സർവീസിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഏതെങ്കിലും പാർട്സുകൾക്ക് കൂടുതൽ തേമാനോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിയിടണം. നേരെ മറിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലച്ച് യൂണിറ്റ് നമ്മൾ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിൻ്റെ കാര്യം. CVT ക്ലച്ചാണ്, നമുക്ക് ഈ സൈഡിൽ ഓയിലൊന്നുമില്ല. മാനുവലായിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, നേരടിച്ച് ക്ലീൻ ആക്കുക. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇത്രയാണ് ക്ലച്ചിനകത്ത് വരുന്ന വർക്കുകൾ. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ ഒരു അല്പം പ്ലേ കുറവ് കാണിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേ ആക്കിയിട്ടേക്കാം. കാരണം ഇതിന് ആക്സിലേറ്റർ കേബിൾ 2 കേബിള് വരാം. ചെറിയ ഔട്ടർ വലിച്ചിലാണ് തുടങ്ങിയേക്കുന്നത്. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്കിതിന് ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി കാണിച്ചു തരാം. ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. വോൾട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ 11 ഏകദേശം കാണിക്കുന്ന വോൾട്ടാണ് തന്നെ. ഏകദേശം നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു 11 സംതിങ്ങൊക്കെ വരുന്നുള്ളൂ. നേരെ ഇരിക്കുന്തോറും ഡൗണായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഓൾറെഡി കംപ്ലൈൻറ്റ് ആണ്. എന്നാലും നമ്മൾ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ടെസ്റ്റ് നടത്തുമ്പോൾ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തേ അത് വോൾട്ട് കുറവാണെങ്കിലും ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്നത് നോക്കിയോ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ബാറ്ററി നമ്മൾ ചാർജിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇത്ര വോൾട്ട് കുറവുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ചാർജ് ചെയ്ത് വെച്ചാലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് എപ്പോഴും തലവേദനയായിരിക്കും കേട്ടോ. കാരണം ബാറ്ററി മാറ്റി വെച്ചാൽ ആ പ്രോബ്ലം അവിടെ തീർന്നു. ഇപ്പോൾ ലോയാണ് കാണിക്കുന്നത്, പക്ഷേ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 10.5 വോൾട്ട് വരെ ആണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ചാർജ് ചെയ്യുമ്പോൾ 12.5 വോൾട്ടിലേക്ക് വരും. അപ്പോൾ ടെസ്റ്റ് അടിക്കുമ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് കാണിക്കും. ഓക്കെ ആയിട്ട് കാണിച്ചാൽ പോലും വലിയ താമസിക്കാണ്ട് നമുക്ക് ബാറ്ററി മാറ്റിയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ക്ലിയറായിട്ട് മാറിയില്ല. ബാറ്ററി മാറ്റി വെച്ചാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പുതിയ വലിയ പഴക്കമുള്ള കൂടി 10,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ മാറ്റം ആ കൂട്ടത്തിൽ നമുക്ക് പ്ലഗ് കൂടി മാറ്റേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഏകദേശം നമുക്ക് 2,000 കിലോമീറ്റർ കൂടി ഓടാനുള്ളതുണ്ട് എഞ്ചിൻ ഓയിൽ കേട്ടോ. കാരണം മാറ്റിയിട്ട് കഷ്ടി 1000 കിലോമീറ്റർ കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ ചേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി. അതിക്ക് മുമ്പ് മാറ്റണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു കാര്യമില്ല, വെറുതെ ആ പൈസ പോകാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ മാറ്റുന്നില്ല, ഓയിൽ കിലോമീറ്ററായിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഓയിൽ മാറേണ്ട കിലോമീറ്റർ നോട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതും പ്രകാരം ചെയ്താൽ മതി കേട്ടോ. സർവീസ് നമ്മൾ കറക്റ്റ് ഡേറ്റിൽ ചെയ്യണമെങ്കിലും എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ നമ്മൾ കറക്റ്റായി കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി. അല്ലാണ്ട് നമുക്ക് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം അപ്പോൾ മറ്റു സ്ഥലങ്ങളിലും ചിലപ്പോൾ സർവീസിന് കയറുമ്പോൾ കൂട്ടത്തേക്കൂടെ ഓയിൽ കൂടി മാറ്റാറാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. വെറുതെ കാശ് പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം ബാറ്ററിയുടെ കേസ് കൂടി മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. ബാറ്ററി മാറ്റിയാലാണ് ഈ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ.
എന്തായാലും നമുക്ക് ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, എന്നിട്ട് ഡിസൈഡ് ചെയ്താലും മതി മാറ്റണോ വേണ്ടതെന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.